ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. തൊണ്ടവേദന ഇഷ്യൂസും പനിയൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ നമ്മുടെ ഇവിടെ പുതിയ ഗാരേജിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബൂത്തിലാണുള്ളത്. ബൂത്തിൽ CarJJ V1, അതായത് കരുപ്പടങ്ങളിലുള്ള ഗാരേജിൽ ബൂത്തിൽ ഇപ്പോൾ കിയക്ക് വരുന്ന ഗ്ലാസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേൾ വൈറ്റ് അടിക്കാനായിട്ട് വണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേൾ നമുക്ക് ആദ്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കിയയ്ക്ക് വരണ കിയ സെൽട്രോസിനൊക്കെ വരുന്ന ഒരു കളറാണിത്. ഇതിൻ്റെ പേളാണിത്. ഇപ്പോൾ അണ്ടർകോട്ട് പെയിൻ്റ് അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് ഈ ഒരു വണ്ടിക്ക് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഫില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി പിയാനോ ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ മാസ്ക് ചെയ്തിരിക്കുന്ന മാറ്റ് ഫിനിഷിങ്ങിൽ ഇപ്പോൾ മാസ്ക് ചെയ്തിട്ടു. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് ഇത് അടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് തന്നെ ഗ്ലോസി അടിച്ച് സെറ്റ് ചെയ്യും കേട്ടോ. ഓൾറെഡി ഒരു Type 4 ഇന്നോവ ആയിരുന്നു. Type 4 ഇന്നോവ പെയിൻറ്റിങ് മോശമായി. ഏകദേശം 2015 കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടി. അവിടെ ഇവിടെയൊക്കെ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് റീപെയിൻ്റ് എന്നുള്ള രീതിയിൽ വന്ന ഒരു വണ്ടിയാണ്. അഡീഷണലായിട്ട് ഈ ഒരു വണ്ടിക്ക് വേറെ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ്, നോർമൽ ഹെഡ്ലൈറ്റ് പുതിയത് സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നല്ലാണ്ട് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഫുൾ പെയിൻറ്റിങ് ചെയ്യാം, വണ്ടി പ്രോപ്പറായിട്ട് വീണ്ടും സെറ്റ് ചെയ്യുക, ഡെലിവറി ചെയ്യുക. നമ്മുടെ ഗാരേജിൽ ഇന്നോവ ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ചാർജ് 55,000 ആണ് കേട്ടോ. 55,000 രൂപയാണ്. പക്ഷേ ഇതേപോലെയുള്ള പേൾ വൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ അഡീഷണൽ ചാർജുകൾ വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. കാരണം പേൾ വൈറ്റ് എന്ന് പറയുന്ന പെയിൻറ്റ് 4 ലെയർ വരും. നോർമൽ പെയിൻറ്റ് 3 ലെയർ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യത്യാസത്തിൻ്റെ എമൗണ്ടിൽ വ്യത്യാസങ്ങളും ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോവാം. പുറത്തൊരു ഗാർണറ്റായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഫില്ലർ ചേഞ്ച് ചെയ്ത വണ്ടി, ഇതിൻ്റെ എയർ ഫില്ലർ ഈ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇതേ പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫില്ലറാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ വണ്ടി പുട്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ്. അപ്പോൾ ഈർപ്പം അന്തരീക്ഷത്തിൽ നിൽക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് വരയ്ക്കുന്ന സമയത്ത് ബോഡി പുറത്തേക്ക് കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അതായത് മെറ്റൽ ബോഡി പുറത്തേക്ക് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നമ്മളിത് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി എപ്പോക്സി ചെറിയ രീതിയിൽ ടച്ച് ചെയ്ത് കൊടുക്കും. അത് വേറെ ഒന്നുകൊണ്ടല്ല, പിറ്റേ ദിവസം അല്ലെങ്കിൽ പിന്നീട് ആ വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് പ്രൈമർ അടിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയകളിൽ റെസ്റ്റിൻ്റെ ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ നമ്മൾ നാളെയാണ് അതിൻ്റെ പ്രൈമർ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ. ഇന്ന് അതിൻ്റെ പൊട്ടി വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഏരിയകളിൽ മെറ്റൽ പുറത്തേക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റെസ്റ്റിൻ്റെ ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നീ കാണുകൊണ്ടിരിക്കുന്ന ഈ ട്രീറ്റ്മെൻറ്റ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ളതിനെ പറ്റി. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ അണ്ടർ കോട്ട് അടിച്ചു, അതിനുശേഷം ബേസ് കോട്ട് അടിച്ചു, അതിനുശേഷം പേൾ കോട്ട് അടിച്ചു. പേൾ കോട്ട് അടിച്ചിട്ടുള്ള വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. എന്താ പേൾ ശരിക്കും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഇതുമോ വരുന്നത് ക്ലിയർ കോട്ടാണ് കേട്ടോ.
അപ്പോൾ കാലത്ത് നമ്മൾ അടിക്കാൻ കയറ്റിയ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ കറക്റ്റ് പേര് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടി ഇപ്പോൾ ഫുൾ പെയിൻറ്റിങ് ചെയ്തു. ഇനിയിപ്പോൾ ഇതുമ്പോൾ പ്രൊജക്റ്റ് ഹെഡ് LED ടൈലൊന്നുമില്ല, നോർമലായിട്ടുള്ള ഒരു കൺവേർഷനല്ല, ഒരു റീസ്റ്റോറേഷനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ലറും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ബ്ലാക്ക് കൊടുത്തിട്ട് ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു വൈറ്റിൻ്റെ പേളിൻ്റെ ഇത് കണ്ടോ, ഫോണിൽ ടോർച്ചിലൊന്നുകൂടി കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഫുള്ളും അതിൻ്റെ ഉള്ളിലുള്ള പേളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ രീതി. എല്ലാ ഏരിയയിലും ഈ രീതിയിൽ നമ്മൾ അടിച്ചത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ യെല്ലോ ഉണ്ട്, പിന്നെ സിൽവർ ഉണ്ട്, ബ്ലൂ ചെറിയൊരു ഇതുണ്ട്, റോസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ബ്ലൂ പേളുകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ അതടിച്ച് ഈ ഒരു വണ്ടിയുടെ ഫുള്ളും കംപ്ലീറ്റായി. ഓക്കെ, അങ്ങനെ കാർ ഗ്യാരേജിൽ നിന്ന് V1 നേരെ V2 ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മുടെ വണ്ടി എല്ലാവരും കണ്ടിട്ട് കുറച്ച് ദിവസമായി തോന്നണ്ടല്ലേ. വണ്ടി മഴയൊക്കെ ആയതുകൊണ്ട് വാഷിംഗ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. യെസ്, വാപ്പ FM ഒക്കെ ചാലുമായി. ഓക്കെ, അപ്പോൾ നമ്മൾ CarJJ V2 എത്തിയിരിക്കുകയാണ്. CarJJ V2 ഒരു വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നൊരു വണ്ടിയായിരുന്നു. ഈ ഒരു വണ്ടിയുടെ മുന്നേ കസ്റ്റമർ, അതായത് ഈ ഒരു വണ്ടിയുടെ കസ്റ്റമർ മുന്നേ ഇവിടെ ഒരു വണ്ടി ചെയ്തിരുന്നു. ആ വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോയൊരു വണ്ടിയാണ്. വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. നോർമൽ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 32,000 രൂപ ബില്ല് വന്നിട്ടുണ്ട് ഫുൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. വണ്ടി സിൽവർ കളർ തന്നെയായിരുന്നു. സെയിം കളർ തന്നെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. സെയിം കളർ തന്നെ അടിച്ച് വണ്ടി ഫുൾ കുട്ടപ്പനാക്കി ഇട്ടിരിക്കുന്നു. വാഷിംഗ് കഴിഞ്ഞിട്ടില്ല, വാറ്റ്സ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അത് കസ്റ്റമർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ഡൗട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യും കേട്ടോ. സെറ്റിങ്ങും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിയുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ വണ്ടികളൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നൊക്കെ ഉണ്ട്. അതെ, ഇങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടി ബാക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബൂത്തിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന്, കാരണം ബൂത്ത് കാലിയായിരിക്കുള്ളൂ. ബൂത്ത് കാലിയാണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്തതാണ്. ഗ്യാരേജിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെറുതായിട്ട് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ കീയൊക്കെ പറഞ്ഞ ആ ഒരു കളറൊക്കെ നമ്മൾ അടിച്ച് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങൾ വരുന്നതാണ്. ഈ ഒരു വണ്ടി ഫ്രണ്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാരേജ് പരമായിട്ടുള്ള ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ CarJJ ഇൻസ്റ്റാഗ്രാം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ബൈ. നാളെ ഞായറാഴ്ചയാണ്, അടിച്ചു പൊളിക്കുക.